അസ്സലാമു ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഒരു ബീഫ് അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ചോറിന് മലയാളികൾ പ്രത്യേകിച്ച് അച്ചാറില്ലാതെ കഴിയൂല. എല്ലാ വീട്ടിലും എന്തെങ്കിലുമായിട്ട് ഓരോ ബോട്ടിൽ അച്ചാർ ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു ബീഫിൻ്റെ നല്ല അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. സാധാരണ ബീഫ് അച്ചാർ ഇതുപോലെ ഹോം മെയ്ഡൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നവരുടെ അടുത്ത് തന്നെ നല്ല പൈസയാണ്. എനിക്ക് തോന്നുന്നത് കിലോ അച്ചാറിന് തന്നെ 500 രൂപയെങ്ങാനും ഉണ്ട്. ഓരോ നാളും ഒരു റേറ്റിനായിട്ടാണ് തോന്നുന്നു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിലോ ബീഫ് വെച്ചിട്ട് തന്നെ ഇതുപോലെ 2 ബോട്ടിൽ അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് എന്തായാലും അതിൻ്റെ റെസിപ്പി വീഡിയോയിലേക്ക് പോകാം. ഞാൻ അതിനായിട്ട് ഇവിടെ കിലോ ബീഫ് കിലോക്ക് അടുത്തുണ്ട്. ഇത് 450 ഗ്രാം അങ്ങനെയാണ് ഉള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി, അതുപോലെ റെഡ് ചില്ലി പൗഡറും പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതിന് കുറച്ച് വെള്ളം ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങും, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഞാനിവിടെ 20 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഒരു 1/2 കപ്പ് വിനാഗിരിയിൽ ഇതുപോലെ ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തി വെക്കണം. നമുക്ക് മിക്സിയിൽ അരക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുവും ഇതുപോലെ ഒന്ന് വറുത്തിട്ട് ഒന്ന് ഗ്രൈൻഡറിലൊന്ന് പൊടിച്ച് വെക്കണം. ഇത് നമുക്ക് അച്ചാറിലേക്ക് ചേർക്കാനായിട്ടാണ്, നല്ലൊരു ഫ്ലേവർ ഉണ്ടാകാൻ വേണ്ടിയാണ്. നമ്മുടെ ബീഫ് ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഇത് കുക്കറിൽ തന്നെ വറ്റിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്ത് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. പിന്നെ ഒരു പിടി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിത് കുറച്ച് എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഇത് കട്ട് ചെയ്യാതെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വറ്റിച്ചെടുത്ത ബീഫ് ഇതുപോലെ തിളച്ച എണ്ണയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. ഇതിലേക്ക് ഇനി നമ്മൾ ബീഫ് മുഴുവനായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് വറുത്ത് മാറ്റി വെക്കാം. ഇപ്പം മുഴുവൻ ബീഫും ഇതുപോലെ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇത് ചുരുങ്ങുമല്ലോ, ബീഫ് ചുരുങ്ങുമ്പോൾ നമുക്കത് കുറഞ്ഞതുപോലെയായിട്ട് തോന്നും. പിന്നെ ഇനി ചെയ്തത് 25 റെഡ് ചില്ലി പിരിയൻ മുളകുണ്ടല്ലോ, അത് ഒന്ന് ഫ്രൈ പാനിലൊന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. എന്നിട്ടൊന്ന് ഗ്രൈൻഡറിലേക്ക് മാറ്റി അതിലേക്ക് ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. ഇതിപ്പോൾ ഞാനിപ്പോൾ അത് ചൂട് പോയതിന് ശേഷം ഇതുപോലെ ഗ്രൈൻഡറിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കട്ടിയിലാണുള്ളത്. നമുക്ക് പിന്നീട് നോക്കിയിട്ട് വിനാഗിരി ചേർത്ത് ലൂസാക്കാം. നമ്മൾ ആദ്യം വിനാഗിരിയിൽ കുതിർത്ത് വെച്ച ഡേറ്റ്സ് ഉണ്ടല്ലോ, ഇനി അതും ഇതുപോലെ ഗ്രൈൻഡറിൽ അരച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ച് മാറ്റി വെക്കണം. ഇനി എല്ലാം മിക്സ് ചെയ്യുന്ന പരിപാടിയാണ്. അതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണയാണ് ഞാൻ ചേർത്തത്. അതിൽ നമ്മൾ ആദ്യം ഗ്രൈൻഡറിൽ പൊടിച്ച് വെച്ച ഉലുവ കടുവുണ്ടല്ലോ അത് ചേർത്തു, കറിവേപ്പിലയും ചേർത്തു, പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫും ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തു. ഈ സമയത്തൊന്നും നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ബീഫ് വേവിക്കുന്ന സമയത്ത് ചേർത്ത ഉപ്പ് മാത്രമേ ഉള്ളൂ. അത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ചേർക്കേണ്ടതാണ് പിന്നീട്. അപ്പോൾ ഇതിപ്പോൾ നന്നായി വഴറ്റിയതിന് ശേഷം പിന്നെ അരച്ച ആ ചില്ലിയുടെ പേസ്റ്റ് ഇതും മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കിയെടുത്ത് അതിനുശേഷം പിന്നെ നമ്മൾ ഡേറ്റ്സ് അരച്ച് വെച്ചല്ലോ അത് ചേർത്ത് കൊടുക്കാം. സാധാരണ അച്ചാറിൽ നന്നായിട്ട് ഷുഗർ ചേർക്കും. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര ഒഴിവാക്കി പിന്നെ അച്ചാറിന് നല്ലൊരു കൊഴുപ്പും പിന്നെ ടേസ്റ്റും കിട്ടാൻ വേണ്ടിയാണ് ഞാനിവിടെ ഡേറ്റ്സ് എടുത്തത്. ഡേറ്റ്സ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള നല്ല കൊഴുപ്പുള്ള അച്ചാറായിട്ടാണ് നമുക്ക് കിട്ടുക. ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഉപ്പും പിന്നെ ഇതിൻ്റെ മധുരവും ഒക്കെ ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റാണ് ഈ ബീഫ് അച്ചാറിന് ഉണ്ടാവുക. പിന്നെ ഇതിപ്പോൾ നമ്മളിത് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലേക്ക് നിറക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുന്ന സ്പൂണ്, പാത്രങ്ങൾ, അതുപോലെ അച്ചാറിട്ട് വെക്കേണ്ട ബോട്ടിൽ എല്ലാം ഒന്നും വെള്ളം ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അച്ചാർ പെട്ടെന്ന് തന്നെ പൂത്ത് പോകും, പൂപ്പൽ വന്നിട്ട് അങ്ങനെ പോകും. പിന്നെ ഇത് നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മളിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. ഇനിയിപ്പോൾ ഞാനിത് ഉണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ബോട്ടിലേക്ക് നിറക്കുന്നത്. 2 ബോട്ടിൽ നിറച്ച് ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്കിനി സൂക്ഷിക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോസുമായിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.